നമ്മൾ നേവിയുടെ എയർഫോഴ്സിൻ്റെ സ്ഥാപനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണേണ്ടത് കുറേ ഇത് ഫണ്ണിയല്ല, നിങ്ങൾ കാണേണ്ടത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇത് നമ്മുടെ നേവി എയർഫോഴ്സിൽ 5 സ്റ്റാർ കിട്ടിയ ഒരു മഹത് വ്യക്തിയാണ്. വന്നിട്ട് നമ്മുടെ ഫുള്ളൊന്ന് കാണിച്ചു. ഇനി കാണുന്ന ഫുൾ സീരിയസ് ആണ്, ഫണ്ണിയുണ്ട്, സീരിയസ് ആണ്. അപ്പോൾ നിങ്ങൾ മൊത്തം ഒന്ന് ക്യാമറ ഇങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഇതിനകത്താണ്. ഇതാണ് പുരാതനമായ മ്യൂസിയം നേവിയുടെ. നമുക്കൊന്ന് ഗ്ലാസിൻ്റെ പുറത്തൂടെ നമുക്കൊന്ന് കാണാം. ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിച്ചേ. നമ്മളിനി ഈ ഗ്ലാസിനകത്ത് പോയി നമുക്കിനി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫുള്ള് നേടി നമുക്ക് ഫുള്ള് ചെയ്യാം. നമ്മൾ ആദ്യം കണ്ടത് എയർഫോഴ്സിൽ 5 സ്റ്റാർ കിട്ടിയ ഏക വ്യാവസായികമാണ് അർജുൻ സിംഗ്. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള വാറിൽ എയർഫോഴ്സിൽ നയിച്ചിട്ടുണ്ട്. അതിനുശേഷം അർജുൻ സിംഗ് 5 സ്റ്റാർ. പിന്നെ DFC എന്നുള്ള പദവി അത് ബ്രിട്ടൻ തുടങ്ങുന്നതാണ്. അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എയർഫോഴ്സിന്റെ ആപ്തവട്ടമാണ്. ഇംഗ്ലീഷ് മീഡിയമാണ് സംസ്കരിക്കുന്നത്. പിന്നെ 3 പെൺകുട്ടികളാണ് പൈലറ്റ് ജെറ്റ് ആദ്യമായിട്ട് പറഞ്ഞത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കിടന്നാണ് അവനിക ചതുർവേദി, അവനിക ചതുർവേദി, ഭാവന കാന്ത്, മോഹനസ്. ഈ 3 പേരാണ് പൈലറ്റ് ജെറ്റ് ആദ്യമായിട്ട്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ സൂര്യകിരണം എന്ന് പറയുന്നത് 9 എയർക്രാഫ്റ്റ് അടക്കുന്ന ഗ്രൂപ്പാണ് ഈ എയർ ഷോ ഒക്കെ നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ എയർഫോഴ്സിന്റെ വെൽഫെയർ അസോസിയേഷന്റെ വിവിധ പ്രവർത്തനങ്ങളാണ്. ഫിസിക്കലും മെന്റലായിട്ടുള്ള, അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ഇത് ഓരോ റാങ്കുള്ള യൂണിഫോം. ഓഫീസർ ഫസ്റ്റ് യൂണിഫോമാണ്. JW ജൂനിയർ വാറിന്റെ ഓഫീസർ യൂണിഫോമാണ്. അത് എയർഫോഴ്സിന്റെ കമാൻഡ് IF ഫീൽഡിന്റെ യൂണിഫോം. ഇത് 2 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാർ. ഇത് മെൻസിംഗ്, വുമൻസ്. അത് അതിന്റെ ജ്യൂസിട്ടാണ്. പൈലറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അടുത്ത ജാക്കറ്റാണ് മെൻസിംഗ്. അങ്ങനത്തെ കാണുന്നത് കമാൻഡിങ് ഓഫീസർ, കൊമോഡോ എന്നത് ബ്രിഗേഡ് തുല്യമായ പദവി. പിന്നെ സർവീസ് കോഡ് എല്ലാവർക്കും ഒരേ ഇതാണ്. ഇത് സർവീസ് കോഡ്. സർവീസ് കോഡ് ഇപ്പോൾ JW ജൂനിയർ വാറിന്റെ ഓഫീസർക്കും കമാൻഡിങ് ഓഫീസർക്കും എല്ലാം ഒരേ സർവീസ് കോഡ്. ഇപ്പോൾ ആദ്യത്തെ 3 ഇയർ സർവീസ് 9, 20, 30 ഇങ്ങനെ വരും. വാർ സർവീസ്, യുദ്ധത്തിൽ പറഞ്ഞാൽ വാർ സർവീസ് വരും, റെസ്ക്യൂ സർവീസ് വരും, മേഖലയിലൊക്കെ ഡിസേർട്ട് സർവീസ്. ഇത് ഹൈ ആറ്റിറ്റ്യൂഡ് ഡിസംബറാണ്. Sea level 10,000 പോകും. അതായത് ഫ്ലൈയിങ് ഓഫീസർ കൂടെ അതിൻ്റെ ഇത് റാഫേലിന്റെ മിനിയേച്ചറാണ്. റാഫേൽ ഇതിപ്പോൾ മോട്ടിവേഷൻ 3 സെക്ഷനാണ് ഉള്ളത്. മോട്ടിവേഷൻ റൂം, ഗസ്റ്റ് റൂം, ഓപ്പറേഷൻ. ഇന്ത്യൻ മേഡം, ഇപ്പോൾ 30 റഷ്യൻ മേഡം. മൊത്തം 26 ടൈപ്പ് ഉണ്ട്. അത് ഹെലികോപ്റ്റർ ഉൾപ്പെടെ. നമ്മുടെ ഗസ്റ്റ് റൂമാണ്. എയർഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1932. 1932 ഒക്ടോബർ 8 എയർഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഗസ്റ്റ്. പിന്നെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഫസ്റ്റ് ചീഫാണ് സുബ്രതോ മൂർത്തി. ഫാദർ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് എന്നറിയപ്പെടുന്ന സുബ്രതോ മൂർത്തിയാണ്. ആദ്യത്തെ ഇന്ത്യൻ പൈലറ്റുമായിട്ടുള്ള ഒരാളാണ് സുബ്രതോ മൂർത്തി. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആവുന്നത് 1954ലാണ്. നമ്മുടെ 65 പാകിസ്ഥാൻ ഒരു സ്ഥലത്ത് രാകേഷ് ശർമ്മ എയർഫോഴ്സിന്റെ സ്കോഡ്രൺ സ്പേസിൽ പോയ ആദ്യ ഇന്ത്യക്കാരനാണ്. ആദ്യത്തെ ഇന്ത്യൻ കോസ്മോണറ്റാണ്. അതായത് റഷ്യൻ സ്പേസ് ട്രാവലേഴ്സിനെയാണ് കോസ്മോണറ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ സ്പേസ് ട്രാവലേഴ്സിന് അസ്ട്രോണറ്റാണ്. ഇന്നത്തെ ജോയിന്റ് ട്രെയിനിങ് സീസണാണ്. എയർഫോഴ്സിന്റെ ഓരോ ഇന്ത്യൻ എയർഫോഴ്സും മറ്റു രാജ്യങ്ങളുടെ എയർഫോഴ്സും ഒക്കെ പരിശീലനം നടത്തുന്നത് ഓരോ മറ്റു രാജ്യങ്ങളുണ്ട്. അതിന്റെ
റെസ്ക്യൂ ഓപ്പറേഷൻ റൈസ് ആയിട്ടാണ് നമ്മുടെ കേരള ഫ്ലഡിൻ്റെ തൃശ്ശൂർ 2018 ഇത് മറാഷിൻ്റെ 2 ദൗത്യങ്ങളാണ്. മറാഷ് ആദ്യം യൂസ് ചെയ്യുന്നത് കാർക്കിൾ ഭാഗത്താണ് ടാർഗറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി. ഇന്ത്യയുടെ വജ്ര എന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റാണ് മറാഷ്. രണ്ടാമത് യൂസ് ചെയ്യുന്നത് സർജിക്കൽ സ്ട്രൈക്ക്. രണ്ടാമത് ഉപയോഗിക്കുന്ന മേജർ ഓപ്പറേഷൻ സർജിക്കൽ സ്ട്രൈക്ക് അറിയാലോ. 2 ആർമി ബേസുകളെ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത് അവർ തമ്പടിച്ചിരുന്നത് ബാലക്കോട്ടാണ്. അപ്പോൾ അവർ അറിയാതെ അവിടെ പാകിസ്ഥാൻ്റെ ബാലക്കോട്ട് പോയി അവരുടെ താവളങ്ങൾ തകർത്തിട്ട് വിമാനങ്ങൾ സുരക്ഷിതമായി തിരിച്ചു വന്നു. അതിൽ ഒരു 12 പ്രാവശ്യം സുഖോയ് സപ്പോർട്ട്, അതായത് ഒരു മിലിറ്ററി എക്സസൈസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനാണ് സുഖോയ് ഉപയോഗിച്ചത്. പിന്നെ ബാക്കി പാകിസ്ഥാനിലേക്ക് ഉള്ളിലേക്ക് കടന്നത് മിറാഷാണ്. 12 മിറാഷും 2 ടാങ്കർ വിമാനങ്ങളും പോയി അന്വേഷിച്ച് പിന്നെ അവിടെ വെച്ച ലൈസൊക്കെ ബോംബ്, എയർ ടു എയർ മിസൈൽസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഈ സംഭവം നടന്നത് 2019 ഫെബ്രുവരി 26. പിറ്റേ ദിവസമാണ് അഭിനന്ദൻ വർദ്ധാൻ ഇൻസിഡന്റ്. ഇതൊക്കെ 71 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ പിക്ചേഴ്സാണ്. ബംഗ്ലാദേശ് വികൃതമായത് 71 വാറിന് ശേഷം. ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നാണ് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫൈറ്റർ ജെറ്റുകൾ ഇതെല്ലാം ഡീകമ്മീഷൻ ചെയ്തു. ഓരോ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞു റിലേഷൻ ഇതിന് ശേഷം വന്നിട്ടുണ്ട് മിഗ് 21 ആണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് കമ്മീഷൻ ചെയ്തത്. അതിന് മുമ്പാണ് മിഗ് 27. ഇതില് ഇന്ത്യ നിർമ്മിച്ചതാണ് ഈ മേലോ നിർമ്മിച്ചത്. ഇന്ത്യ നിർമ്മിച്ചത് മെയിൻ ഫ്ലാഗ് അല്ലേ? മെയിൻ ഫ്ലാഗ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. ഇത് സദേ കമാൻഡ് ഫ്ലാഗ് ഇതാണ്. ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലെ ആണ് നമ്മുടെ ട്രിവാൻഡ്രത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അപ്പുറത്തേക്ക് തൊട്ടടുത്താണ് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഇവിടുത്തെ ലോകം വന്നിട്ട് ചുണ്ടൻ വള്ളം വായിക്കുന്ന സ്ട്രിംഗ് റേ. റേസിംഗ് ബോട്ട്, സ്പീഡ്സ്, സ്ട്രിംഗ് റേ ഈ 3 ചേർന്ന് സ്ട്രിംഗ് റേ എന്ന് പറയുന്നത് 10 മത്സ്യം. ഇത് വെസ്റ്റ് കമാൻഡ് ഡൽഹിയാണ് ആസ്ഥാനം. വെസ്റ്റ് കമാൻഡ് സൗത്ത് വെസ്റ്റ് കമാൻഡ് ഗാന്ധിനഗർ ഗുജറാത്ത്. ഇത് സെൻട്രൽ കമാൻഡ് അലഹബാദ് ഉത്തർപ്രദേശ്. മെയിൻ്റനൻസ് കമാൻഡ് നാഗ്പൂർ മഹാരാഷ്ട്ര. ട്രെയിനിങ് കമാൻഡ് ബാംഗ്ലൂർ. ഈസ്റ്റേൺ കമാൻഡ് ഷിലോങ് മേഘാലയ. 7 സ്ഥലങ്ങൾ. 7 കമാൻഡ് 7 സ്ഥലങ്ങൾ. ഇത് 2 നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 2 ഹെലികോപ്റ്ററാണ്. ധ്രുവും രുദ്രയും. സുഖോയില്ല. റാഫേൽ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ബോയിങ് കമ്പനി അപ്പാച്ചിയും ചിനൂക്കും. വ്യോമസേന തലവൻ ചൗധരി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരി 8 ഇവിടെ വിസിറ്റ് ചെയ്ത് ഫോസ്റ്റ അദ്ദേഹം സമ്മാനിച്ചു. ഇത് ജപ്പാനിന്റെ കമാൻഡർ. പിന്നെ വിയറ്റ്നാം കമാൻഡർ. ഇതൊക്കെ എയർക്രാഫ്റ്റ് ഗണ്ണാണ്. ഫൈറ്റർ ജെറ്റിന്റെ അണ്ടർ പോർഷൻ, അതായത് അടിഭാഗത്ത് വരുന്ന ഗണ്ണാണ്. അതായത് ഡോഗ് ഫൈറ്റ് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് അറ്റാക്കിന് ഈ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതായത് മിസൈൽസ് ഒക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ മിസൈൽസ് എന്ന് വെച്ചാൽ ഗൈഡഡ് മിസൈൽസ് ആണ്. അത് പ്രിസിഷൻ ബോംബിംഗ് ആണ്. ഇതൊക്കെ അങ്ങനെ പെട്ടെന്നുള്ള അറ്റാക്കിന് ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ജാഗ്വാർ എന്ന ഫൈറ്റർ ജെറ്റിൽ യൂസ് ചെയ്യുന്ന ഗണ്ണാണ്. 87 കിലോ വെയിറ്റ് ഉള്ളത്. ഫിക്സായി ഫിക്സ് ചെയ്തിരിക്കും. അത് നമ്മുടെ ഷോർട്ടർ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സർഫസ് ടു എയർ മിസൈൽ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. 5 കിലോമീറ്റർ അതും എയർക്രാഫ്റ്റ് ഗണ്ണാണ്. ഡബിൾ ബാരൽ ഗണ്ണാണ്. ഇത് പീരങ്കി യൂസ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനാണ് ഫയർ ചെയ്യാൻ പറ്റും. മാസ്ക് R16 എയർ ടു എയർ മിഗ് 20 കൊണ്ട് യൂസ് ചെയ്യുന്ന റേറ്റ് 20.
ഈ സിമ്പിൾ നമ്മുടെ സദയം കമാൻഡിന്റെ സദയം ലോഗോ. ചുണ്ടൻ മണ്ണ്. ഇപ്പൊ ഈ ഇതിന്റെ ഒറിജിനലാണ് ഇത് റോക്കറ്റ് കൂടെ പറയും. ഇത് ഹെലികോപ്റ്ററിന്റെ സൈഡിൽ ഇതിനുള്ള കുഞ്ഞ റോക്കറ്റുകൾ മെയിനായിട്ട് ഗ്രൗണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഡെമോ ചെയ്തല്ല ഒറിജിനൽ തന്നെയാണ്. ഇത് ഒറിജിനലാണ്. അതൊക്കെയാണ് ഈ മിസൈൽസ് 5 മീറ്റർ ലെങ്ത് വരും. മോഡൽസ് MiG-29 റിയൽ എഞ്ചിനാണ്. ഇത് എഞ്ചിൻ്റെ പുറകോശം രണ്ട് ഫാൻ വരുന്ന ഭാഗം കണ്ടു വരുന്നത്. ഇതിൻ്റെ മിനിയേച്ചർ അത് തേജസ് ലെവലിൽ അപ്പേൻ്റെ മിനിയേച്ചർ. എഞ്ചിൻ റിയലാണ്. ഇപ്പോഴും സർവീസിലുള്ള MiG-29 റിയൽ എഞ്ചിൻ. ഇതിന്റെ ബാക്ക് സൈഡാണ്. ഇതാണ് ഇത് ഫ്രണ്ട് വരും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടല്ലോ എയർഫോഴ്സിന്റെ മൊത്തം വീഡിയോ കണ്ടല്ലോ. ഇതാരും കാണാൻ പോലും മിസൈല് സ്കിപ്പ് ചെയ്യല്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. സുമാൻ.